കുക്കറിൽ നമുക്ക് ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും റെഡിയാക്കി എടുക്കുന്ന അരിപ്പായസത്തിൻ്റെ റെസിപ്പി കണ്ടാലോ? അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സേമിയ പായസമൊക്കെ റെഡിയാക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും. പക്ഷേ നമുക്ക് കുറച്ച് താമസം എടുക്കും നമ്മുടെ അരിപ്പായസമൊക്കെ റെഡിയാക്കി എടുക്കാൻ. അതിന് നമുക്ക് എളുപ്പവഴിയാണ് ഞാൻ പറഞ്ഞ കുക്കറിൽ നമുക്ക് റെഡിയാക്കാമെന്ന് പറഞ്ഞത്. അതിനുവേണ്ടി ശർക്കര നമ്മൾ ആദ്യം ഒന്ന് ഉരുക്കിയെടുക്കണം. ഒരു 3 പീസ് ശർക്കരയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത്. അതൊന്ന് പാനിയാക്കി എടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് പച്ചരി വേവിച്ചെടുക്കാം. ഒരു 2 ഗ്ലാസ് പച്ചരി കുക്കറിൽ നമുക്ക് കഴുകി വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഈ കുക്കർ നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എയറൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. വെള്ളമൊക്കെ പറ്റി കറക്റ്റ് വേവിലായിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് അരിച്ചാണ് ഞാൻ ഒഴിച്ചെടുക്കുന്നത്. കാരണം എന്തെങ്കിലും അഴുക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈ ഒരു പായസത്തിലോട്ടാകണ്ടെന്ന് വിചാരിച്ചാണ്. ഇപ്പം തോന്നും ഒരുപാട് വെള്ളമൊന്നും ഇല്ലല്ലോ, കട്ട പിടിച്ചിരിക്കുവാണെന്ന് തോന്നും. കട്ട പിടിച്ചിട്ടൊന്നുമില്ല, അടി പിടിച്ചിട്ടുമില്ലായിരുന്നു. അപ്പം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം. പിന്നെ ഈ വെളുത്ത കളറിൽ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശർക്കര എന്ന് പറഞ്ഞാൽ വെള്ള ശർക്കരയായിരുന്നു. അത് കാരണം കൊണ്ടാണ് കളർ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് കരുതി നിങ്ങൾ മധുരം ഒന്ന് നോക്കിക്കഴിഞ്ഞിട്ട് മാത്രമേ എക്സ്ട്രാ പഞ്ചസാരയൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാവൂ. ഇത് നല്ല ആവശ്യത്തിലധികം തന്നെ മധുരം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു അരി വേവിച്ച സമയത്ത് നമ്മൾ ശർക്കര ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ ശർക്കരയൊക്കെ ആണെങ്കിൽ ഈ അരിയിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരണം. എന്നാലേ ആ ഒരു പായസം കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പച്ച കുത്തൽ, കാരണം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണല്ലോ ഈ ഒരു പച്ചരി നമ്മൾ വേവിച്ചെടുത്തേക്കുന്നത്. അപ്പം ആ ഒരു ശർക്കരയിൽ കിടന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വെന്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ ഇനിയും പാലൊഴിച്ച് കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് പാലൊഴിച്ച് കൊടുത്ത് നമ്മളിതൊന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. കുറച്ച് ഒരു 10 മിനിറ്റ് സമയം എടുത്തിട്ടുണ്ടായിരുന്നു ഞാനിതൊന്ന് റെഡിയാക്കി എടുക്കാൻ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തു, കാരണം ഒന്ന് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി. ഇനി നമുക്ക് കുറച്ച് ജീരകവും അതുപോലെ തന്നെ ഏലക്കായും പിന്നെ ചുക്കുപൊടി അതും കൂടി ഇട്ടിട്ട് ഒരുമിച്ചിട്ടൊന്ന് പൊടിച്ചെടുത്തു. അത് കഴിഞ്ഞ് ഇത് നമ്മൾ ഈ ഒരു പായസത്തിലോട്ട് ഇട്ട് കൊടുത്ത് നമ്മളതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. പക്ഷേ ഇവിടെ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ പൊടികളെല്ലാം കൂടി ഒരുമിച്ച് ഞാൻ ഈ ഒരു പായസത്തിലോട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ അതൊന്ന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് വരാൻ വേണ്ടി കുറേ സമയം എടുത്തു. അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് പാലെടുത്തിട്ട് അതിലോട്ട് പൊടികളൊക്കെ ഒന്ന് കലക്കി പിന്നെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ വളരെ പെട്ടെന്ന് ഈ ഒരു പായസവുമായിട്ട് കലർന്ന് നന്നായിട്ട് കിട്ടും. അല്ലെങ്കിൽ കുറച്ച് നേരം നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇടയ്ക്ക് കട്ട പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് അതെല്ലാം കട്ടയെല്ലാം ഉടച്ചു കൊടുത്തിട്ട് അങ്ങനെ വേണം എടുക്കാൻ. അത് കുറച്ചുകൂടി സമയം കൂടുതൽ നമുക്ക് വേണം. ഇനി നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് കാഷ്നട്ടോ അല്ലെങ്കിൽ കിസ്മിസോ ഒക്കെ നമുക്ക് ഈ ഒരു പായസത്തിലോട്ട് വറുത്ത് കോരിയിടാവുന്നതാണ്. പിന്നെ അരിപ്പായസം ആകുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് തേങ്ങാക്കൊത്ത്. തേങ്ങാക്കൊത്ത് നല്ല നെയ്യിലങ്ങോട്ട് വറുത്ത് കോരിയിട്ടു. ഇവിടെ ആണെങ്കിൽ മോക്കൊക്കെ ആണെങ്കിൽ ഈ കിസ്മിസൊക്കെ ഇടുന്നതിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് അത് അവർ ഒഴിവാക്കിയെടുത്തത്. നല്ല തേങ്ങ ആണെങ്കിൽ നെയ്യിൽ വറുത്ത് കോരി നമുക്ക് പായസത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. ശരിക്കും ഞാൻ ഈ ഒരു പായസം നെയ്യൊക്കെ ചേർക്കുന്നതിന് മുന്നേ തന്നെ ഇവിടെ പായസമൊക്കെ എടുത്ത് ഓൾറെഡി ആണെങ്കിൽ എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ.